ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ കോഡ് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ്. ബ്രേക്ക് ലിവേഴ്സ് നമുക്ക് 3 സ്റ്റെപ്പിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വണ്ടി കിട്ടുന്ന റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല, ആരായാലും ഒന്ന് തിരിഞ്ഞു നോക്കി പോകും. ഈ ഒരു സെക്ഷനിലെ ഫിനിഷൊക്കെ കണ്ടോ, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് TVSൻ്റെ എൻഡോർക്ക് 150 ആണ്. പവറിൻ്റെ കാര്യത്തിൽ ആളൊരു കുട്ടിച്ചാത്തം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടും സ്പോർട്ടി ആയിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്കൂട്ടറാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യങ് ഓഡിയൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കളേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള കളേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കോഡ് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ്. അത് വളരെ മനോഹരമായിട്ടാണ് TVS ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബോഡി കളറിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമാണ്. പിന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിംഗ്ലെറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി റിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എൻഡോർക്ക് 125 ആയിട്ട് എവിടേക്കോ ഒരു സാമ്യം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മേളിലേക്ക് വരുവാണെങ്കിൽ ആ ടെയിലൈറ്റ് സെക്ഷനൊക്കെ കണ്ടോ, ഒരു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു LED ടെയിലൈറ്റ് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫേക്ക് വെൻസ് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ 125 കണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ളൊരു ഡിസൈൻ തീമാണ്. അത് ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കണ്ടോ, ഫുൾ LED യൂണിറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് തന്നെ നമുക്കൊരു ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതെ നല്ല ഗ്ലോസി ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ നമ്പർ ബോർഡിൻ്റെ ലൈറ്റിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കണ്ടില്ലേ, അതുവരെ നമുക്ക് നല്ല ഗ്ലോസി ഫിനിഷിലാണ് TVS കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ യാതൊരു വിധമായ കോംപ്രമൈസും TVS ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസൈനിലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 5 സ്റ്റാർ തന്നെയാണ്. ഇനി ബാക്കിയെല്ലാം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഫസ്റ്റിലെ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പെർഫോമൻസിൻ്റെ ഡിഫറൻസ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ആക്റ്റീവ് ഓടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം ഒരു 125 ഞാനിപ്പോൾ റിവ്യൂവിന് വേണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ 150 വന്നത്. ഈ 150 വന്നപ്പോൾ ആ 125 വന്നപ്പം തന്നെ ഭയങ്കര ഒരു വ്യത്യാസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു പഞ്ചിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. ആ ഒരു കയറ്റമൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് വലിച്ചു കയറി വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിന് 2 മോഡാണുള്ളത്. സ്ട്രീറ്റ് റേസ് എന്ന് പറഞ്ഞ് 2 മോഡുണ്ട്. നമ്മൾ സ്ട്രീറ്റ് മോഡിലിട്ടാണ് ആ കയറ്റമൊക്കെ കയറി വന്നത്. എന്നാൽ പോലും നല്ല രീതിയിലുള്ള പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 125cc മേളിലായിട്ട് തന്നെ ആ സ്ട്രീറ്റ് മോഡിൽ തന്നെ നമുക്ക് പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി റേസ് മോഡിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം ഒരു കുട്ടിച്ചാത്തം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അഗ്രസീവായിട്ടുള്ളൊരു ആക്സിലറേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 150cc ഒന്നും, അതായത് 150ccയിലുള്ളൊരു ബൈക്കൊന്നും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യമില്ല. നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ക്വിക്കായിട്ട് പോകുന്ന രീതിയിലുള്ളൊരു സ്കൂട്ടർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ്. കണ്ണുടച്ച് പോയി വാങ്ങാം. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സിലറേഷൻ ഒരു രക്ഷയില്ല, ഭയങ്കര ആക്സിലറേഷനാണ്. അപ്പോൾ ഒരു 150cc സ്കൂട്ടറിന് കിട്ടാവുന്ന മാക്സിമം പവർ TVS ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു വിധമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല. അത്യാവശ്യം അഗ്രസീവായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാലും വണ്ടി പെട്ടെന്ന് സ്കിഡായി പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ട്രാക്ഷൻ കൺട്രോൾ അപ്പം തന്നെ കിക്കിൻ ആവുകയും നമ്മളെ ആ പവർ കട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് സേഫായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ കൊച്ചു വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു 150cc വണ്ടിക്കകത്തൊക്കെ ട്രാക്ഷൻ കൺട്രോൾ വല്ല ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്കിനകത്തൊക്കെ വെക്കേണ്ട സാധനം എന്തിനാണ് സ്കൂട്ടറിലൊക്കെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തും കാരണമുണ്ട്. അത്യാവശ്യം നിങ്ങളൊരു സ്ലിപ്പറി കണ്ടീഷനിലൊക്കെ വരുവാണെങ്കിൽ, ഒരു ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അറിയാതെ പെട്ടെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വീല് പെട്ടെന്ന് സ്പിന്നായിട്ട് നമ്മളെ സ്ലൈഡ് ചെയ്തങ്ങ് മാറ്റും. അങ്ങനെ ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളപ്പം ആ ഒരു അഗ്രസീവായിട്ട് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ ഒരു വീലിൻ്റെ പവർ ഓട്ടോമാറ്റിക്കലി ഈ ട്രാക്ഷൻ കൺട്രോൾ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് സ്പീഡിൽ ആ വീല് സ്പിന്നാവത്തില്ല. അതുകൊണ്ട് തന്നെ ആ സ്ലൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു ഇഷ്യൂ അവിടെ ഒഴിവായി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ എല്ലാ വണ്ടിയിലും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആൻഡ് റൈഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. റൈഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 125 വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫർ സൈഡിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളും. ഇപ്പം നമ്മൾ കുറച്ച് മോശം റോഡിലൂടെയാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് സ്റ്റിഫറായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്നാൽ കുറച്ച് സ്റ്റിഫാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ സ്റ്റിഫ്നെസ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർണർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കോർണേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ വണ്ടി ഭയങ്കര സ്റ്റേബിളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല സ്പീഡൊക്കെ കയറിയാൽ പോലും നമുക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കെർബ് വെയിറ്റ് എന്ന് പറയുന്നത് 115 കിലോയാണ്. അതിൻ്റെ കൂടെ ഈ എഞ്ചിനൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ് നല്ല ലെവലായതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രസീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതേപോലെ ഈ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളുമാണ് കിട്ടുന്നത്. പെട്ടെന്നുള്ള ഡയറക്ഷൻ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ലിവർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. 3 സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ചെറിയ കൈയൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് ഈ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾ ഇൻ വൺ കീ സെറ്റാണ് വരുന്നത്. റൈറ്റിലോട്ട് തിരിച്ചാൽ ഇഗ്നിഷൻ ഓണാവും. പ്രസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. ആ സീറ്റിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുമാണ് വരുന്നത്. 22 ലിറ്ററാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. പക്ഷേ നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അതേപോലെ നമുക്ക് ഒരു ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ടൈപ്പ് ചാർജിങ് പോയിൻ്റാണ് ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതായത് വണ്ടി ഓഫ് ആയിരുന്ന ടൈമിൽ ചാർജ് ചെയ്യരുതെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ TFT സ്ക്രീനാണ്. ഒരു 5 ഇഞ്ചിൻ്റെ കളേർഡ് TFT സ്ക്രീനും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫുൾ സ്വൈപ്പ് വന്നിട്ടാണ് സ്ക്രീൻ ഓണായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഒരു മെസ്സേജ് കാണാൻ പറ്റും, റൈഡിംഗ് മോഡ് എറർ, പ്ലീസ് കണക്റ്റ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ റൈഡിംഗ് ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. അതേപോലെ 600 മീറ്റേഴ്സാണ് ട്രിപ്പ് എഫിനകത്ത് നമുക്ക് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ലൈറ്റും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതേപോലെ ലാപ്പ് ടൈമർ ഉണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്. അതായത് ഫോൺ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേൺ ബൈ ടേൺ നാവിഗേഷനും കാര്യങ്ങളും എല്ലാം ഈ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ നമുക്ക് വോയിസ് അസിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇനി സീറ്റ്സിലേക്ക് വരുവാണെങ്കിൽ നല്ല വൈഡ് ലെങ്തി ആയിട്ടുള്ള ഒരു സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ സൈഡിലായിട്ട് നമുക്ക് റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ കുഷ്യൻ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ കുഷ്യനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഒരു സോഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ കുഷ്യനിങ് കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസൈനും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതായത് റൈഡർ സ്ലൈഡായിട്ട് പോകാതിരിക്കാനൊക്കെ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അതേപോലെ സൈഡിലായിട്ട് എൻഡോർക്ക് എന്ന് പറഞ്ഞ് നമുക്കൊരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പുറയിലായിട്ട് നമുക്ക് ഒരു എൻഡോർക്കിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സെൻറ്ററിൽ ഒരു ഹമ്പ് പോലെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് പില്ലിയണൊക്കെ പെട്ടെന്നുള്ള ബ്രേക്കിങ്ങിൽ സ്ലൈഡായിട്ട് റൈഡറിൻ്റെ സീറ്റിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പറായിട്ട് അത് ആക്ട് ചെയ്യും. അതേപോലെ റിയറിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാബ് റെയിൽ നമ്മുടെ എൻഡോർക്ക് 125 അതേ കണക്കുള്ള ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഫ്യൂൽ ലിഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനെ കുറിച്ചാണ്. അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു റൈഡിംഗ് പൊസിഷനാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സിറ്റി യൂസും ലോങ് ഡിസ്റ്റൻസും ഒക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. യാതൊരു വിധമായ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഏതറിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 6 ഫീറ്റൊക്കെ ഉള്ളവർക്ക്, അതായത് 6 ഫീറ്റേഴ്സിനൊക്കെ ഈ വണ്ടി ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. 6 അടിയൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. 6 ഫീറ്റിന് മേളിലോട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ കുറച്ച് സീറ്റിൽ കുറച്ചുകൂടി പുറമോട്ട് ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ഫീറ്റ് 8 ആണ്. എനിക്ക് സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സിലേക്ക് കടക്കാം. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് 5 പോസിറ്റീവ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ഒരു 150 cc കിട്ടാവുന്ന ഏറ്റവും പെർഫോമൻസ് കൂടിയ ഒരു സ്കൂട്ടറാണ് എൻഡോർക്കിൻ്റെ 150 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് സ്കൂട്ടറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എൻഡോർക്ക് 150 ആണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സിറ്റി ഹാൻഡ്ലിംഗ് ആണ്. അതായത് ഈ വണ്ടി ആൾറെഡി ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. 115 കിലോ മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ നമുക്ക് ക്വിക്കായിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ സൈഡിലാണ്. അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആ പെട്ടെന്നുള്ള ഡയറക്ഷൻ ചേഞ്ചിലും കാര്യങ്ങളിലുമാണ്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ്സ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. വെൽ കുഷ്യൻഡ് ആണ്. ഭയങ്കര സോഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കുഷ്യനിങ്ങും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകളൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തെ റീസണായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. കാര്യം ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ഉള്ളത്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അത് കണക്ക് സിംഗിൾ ചാനൽ ABS കാര്യങ്ങൾ വരുന്നുണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ഈ വണ്ടിക്കുള്ളത്. ഇനി ഇതിൻ്റെ അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് കിടക്കാം. എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യമാണ്. ഒരു 35 to 40 ആണ് ഇതിൻ്റെ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 45 വരെയൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓവറോൾ നമ്മുടെ ചാനൽ നമ്മുടെ എൻഡോർക്ക് 150ക്ക് എന്തോ റേറ്റിംഗ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ൽ നമ്മളൊരു 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ആദിത്ത്.